നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് എന്ന പാർട്ടിയിലെ കേരള നേതാക്കൾ എല്ലാവരും കോൺഗ്രസ്സുകാരാണെങ്കിലും ചിലർ പാർട്ടിയേക്കാൾ കൂടുതൽ തങ്ങളുടെ ജാതിയെയും മതത്തെയും സ്നേഹിക്കുന്നവരാണ്. അത് അരക്കിട്ടുറപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായത്. എപ്പോഴും നിലപാട് മാറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ വിശ്വാസ്യത നഷ്ടപ്പെട്ട നേതാവാണെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് SM ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLA-യുമായ V സുഗതൻ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായി വാർത്ത വന്നു. ഇതിനുശേഷം നടന്ന DCC നേതൃയോഗത്തിൽ സുഗതനെ പേരെടുത്ത് പറയാതെ സുധീരൻ ശക്തമായി വിമർശിച്ചു. പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന യൂദാസ്മാർ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് സുധീരൻ പറഞ്ഞത്. എന്നാൽ ഈ വാർത്തയെ പരോക്ഷമായി തള്ളിക്കളയുകയാണ് DCC പ്രസിഡന്റ് MM ലിജു ചെയ്തത്. D സുഗതനെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസുകാർ എന്ത് ന്യായം പറഞ്ഞാലും ആ പാർട്ടിക്കുള്ളിൽ ശക്തമായി നിലനിൽക്കുന്ന ജാതി മത ചിന്തകളെ തന്നെയാണ് ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. VM സുധീരൻ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ജാതിക്കും മതത്തിനും ഒരുപക്ഷെ രാഷ്ട്രീയത്തിനും അപ്പുറം വളർന്ന ഒരു നേതാവ്. തന്റെ സിദ്ധാന്തങ്ങളിൽ അണുവിട വ്യതിചലിക്കാത്ത സർവ്വസമ്മതൻ D സുഗതൻ ഇറങ്ങിപ്പോ എന്ന വാർത്ത കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ പരിക്ക് വരുത്തിയിരിക്കുന്നു. ഈ നിലപാടിൽ സുഗതനെ എതിർക്കുന്നവർ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നിശിത വിമർശനങ്ങൾക്കെതിരെ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നെങ്കിലും ഇത്തരം നേതാക്കൾ പ്രതികരിക്കാത്തത് എന്തെന്നാണ്. മുൻപ് KC വേണുഗോപാലിനെതിരെയും ഇത്തവണ കോൺഗ്രസിലെ ഇകഴ്ത്തി ആരിഫിന് അനുകൂലമായും പരസ്യമായി നിലപാടെടുത്തത് കോൺഗ്രസുകാരിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് എതിർക്കുന്നത് BJP-യെയാണ്. വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ BJP ചേരിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഇത്തരം പ്രകടനങ്ങൾ BJP-ക്ക് ശക്തി പകരാൻ ഉപകരിക്കൂ എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. LDF സർക്കാരിനെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടയിലാണ് അസുഖകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളാപ്പള്ളിയെ വിമർശിച്ച് സംസാരിക്കുന്നതിനിടെ ഇനി ഇവിടെ ഇരിക്കാൻ കഴിയില്ലെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് KPCC അംഗവും മുൻ MLA-യുമായ SM ട്രസ്റ്റ് അംഗം D സുഗതൻ ഇറങ്ങിപ്പോയി മുകളിലത്തെ ഹാളിൽ ഇരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.